ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക്ഡിൻ അതിൻ്റെ ഇൻസൈറ്റ് ടാഗ് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഇനി ഇതെങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്തെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ആദ്യം നമുക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ടാഗ് ഇവിടെ ആക്റ്റീവ് എന്നുള്ളത് കാണിക്കാൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് വെരിഫൈ ആയി അതിനുശേഷം അത് ആക്റ്റീവ് എന്ന് കാണിക്കാൻ പറ്റും. സോ ഏകദേശം അത് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കൊന്നുകൂടെ എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ഇൻസൈറ്റ് ടാഗ് ചെക്കർ എന്നാണ് അതിൻ്റെ പേര്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതൊരു എക്സ്റ്റൻഷനാണ്. ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം അതിവിടെ പിൻ ചെയ്ത് നമുക്കിവിടെ വെക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിവിടെ പിൻ ചെയ്ത് വരുന്നതാണ്. സോ അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റ് ഏത് വെബ്സൈറ്റാണോ ചെക്ക് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് ഒന്ന് ലൈവ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഇൻസൈറ്റ് ടാഗിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്പെക്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇൻസൈറ്റ് പാർട്ണർ ID സോ സ്റ്റാറ്റസ് സക്സസ് എന്ന് കാണാൻ പറ്റും. സോ അതായത് ഇത് കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്തിരിക്കുന്നു, സക്സസ് ആയി എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഇൻസൈറ്റ് ടാഗ് സെറ്റപ്പ് ചെയ്യുന്നതും അത് ചെക്ക് ചെയ്യുന്നതും ഈ ഒരു മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്.